ഹലോ നമസ്കാരം, എല്ലാവർക്കും dcooks and bakesലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മഷ്റൂം റോസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന, വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം റോസ്റ്റ്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 2 പച്ചമുളക് ഇങ്ങനെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് അങ്ങോട്ട് മാറുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. സവോള ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചില്ലി പൗഡറിന് അധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിതൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം പുളിയുള്ളതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് വരുന്നവരെ നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ സ്ലൈസസ് ആക്കി മുറിച്ചെടുത്തതാണ്. ഇനി മസാലയിലെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ മഷ്റൂമെല്ലാം മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്കൊരു 1/2 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി മഷ്റൂം വേവാനായിട്ട് വേറെ വെള്ളം ചേർക്കുന്നില്ല. മഷ്റൂമിൽ തന്നെ നല്ലപോലെ വെള്ളമുണ്ട്. പിന്നെ ഈ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ആകുമ്പോൾ ആവശ്യത്തിനായി നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളവും തേങ്ങാപ്പാലെല്ലാം ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ചാറെല്ലാം മഷ്റൂമിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന വിധമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.